യു എയിൽ വിസിറ്റ് വിസയിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരു അർജന്റായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഇന്നത്തെ ഡേറ്റ് 2024 നവംബർ 22. വിസിറ്റ് വിസയുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ കുറേയധികം മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട്. ആ ഒരു ട്രാൻസിഷൻ ടൈം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ വിസിറ്റ് വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ച പലർക്കും അത് കിട്ടുന്നില്ല. ആപ്ലിക്കേഷൻ റിജക്ഷൻ ആവുകയാണ്. വിസിറ്റ് വിസയുടെ കാര്യത്തിൽ ആപ്ലിക്കേഷൻ തള്ളപ്പെട്ട് കഴിഞ്ഞാൽ, റിജക്റ്റഡ് ആയി കഴിഞ്ഞാൽ ആ പൈസ തിരിച്ചു കിട്ടില്ല, നോൺ റിഫണ്ടബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഈ ഒരു പ്രശ്നങ്ങൾ സോൾവ് ആകുന്നത് വരെ ഒന്ന് കാത്തിരിക്കുന്നതാണ് വിസിറ്റ് വിസയിൽ വരാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. യു എയിൽ വിസിറ്റ് വിസയിൽ കൂടുതൽ കാലം തങ്ങുന്ന ആളുകൾ പൊതുവെ ചെയ്യാറുള്ളത്, ആ വിസിറ്റ് വിസയുടെ കാലാവധി കഴിയുന്ന സമയത്ത് അവർ കൺട്രി എക്സിറ്റ് ആവണമല്ലോ, അവർ ഒമാനിലേക്കോ ബഹ്റിനിലേക്കോ കുവൈറ്റ്, ഖത്തർ ഇങ്ങനെ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് പോകും. അതിനുശേഷം അവിടെ കൺട്രി എക്സിറ്റ് ആയിട്ട് ആ മൂന്നാം രാജ്യത്ത് നിന്നുകൊണ്ട് പുതിയൊരു യു എ വിസിറ്റ് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യും. ആ വിസിറ്റ് വിസ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ തിരിച്ച് യു എയിലേക്ക് മടങ്ങി വരികയും ചെയ്യും. എ ടു എ, എയർപോർട്ട് ട്രാൻസ്ഫർ എന്നൊക്കെയാണ് അതിന് പൊതുവെ ട്രാവൽ ഏജൻസികൾ പറയാറുള്ളത്. വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമേ ഈ പ്രോസസ്സിന് എടുക്കാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറേ അധികം പാസഞ്ചേഴ്സ് യു എയിൽ നിന്ന് വിസിറ്റ് വിസ എക്സ്പയർ ആയപ്പം പുതിയ വിസിറ്റ് വിസ എടുക്കാമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇപ്പോൾ ഒമാനിലും സൗദിയിലും കുവൈറ്റിലും ബഹ്റിനിലും എല്ലാം തന്നെ സ്ട്രാൻഡഡ് ആയിട്ട് നിൽക്കുകയാണ്. അവർ പുതിയ വിസിറ്റ് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ആപ്ലിക്കേഷൻ റിജക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൂടുതൽ റിജക്ഷൻ വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രാവൽ ഏജൻസികളും പുതുതായിട്ട് വിസിറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ മടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവരെ സംബന്ധിച്ച് ഒന്നുകിൽ ഈ ഒരു പ്രശ്നങ്ങൾ വരും ദിവസങ്ങളിൽ ഉടനെ തന്നെ പരിഹരിക്കപ്പെടും എന്നുള്ള പ്രതീക്ഷയിൽ ആ മൂന്നാം രാജ്യത്ത് ഒമാനിലോ ബഹ്റിനിലോ കുവൈറ്റിലോ സൗദിയിലോ ഒക്കെ തന്നെ കഴിയാം. മിക്ക ആളുകൾക്കും അതിന് കഴിയാത്ത സാഹചര്യമുണ്ട്. അതൊരു മൂന്നാമത്തെ രാജ്യമാണ്. അവിടെ നിൽക്കുന്നതിനും അതിൻ്റേതായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തൽക്കാലം പ്രശ്നങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങുന്നത് വരെ അവർ സ്വന്തം നാട്ടിലേക്ക്, ഇന്ത്യയിലേക്ക് മടങ്ങാൻ പിന്നെ ആരുടെയും പെർമിഷൻ ചോദിക്കേണ്ടല്ലോ, സ്വന്തം നാട്ടിലേക്ക് മടങ്ങി പോകുന്നതായിരിക്കും ഇപ്പോഴത്തെ സമയത്ത് ഏറ്റവും അഭികാമ്യം, ഏറ്റവും നല്ലത് എന്നാണ് ട്രാവൽ ഏജൻസികൾ പറയുന്നത്. ഇങ്ങനെ ഈ ട്രാവൽ വിസ റിലേറ്റഡ് ആയിട്ടുള്ള വലിയ കൺഫ്യൂഷൻസ്, അനിശ്ചിതത്വം വരുന്ന സമയത്തെല്ലാം തന്നെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപദേശം സ്വീകരിക്കാൻ പറ്റുന്നതും നമുക്ക് വിശ്വാസമുള്ള, പരിചയമുള്ള ഏതെങ്കിലും ട്രാവൽ ഏജൻസികളിൽ നിന്നാണ്. അവരുടെ അഡ്വൈസ് കൂടി ചോദിച്ച് മാത്രം ഇനിയൊരു ഭാവി തീരുമാനമെടുക്കുക. പുതുതായി വിസിറ്റ് വിസയ്ക്ക് നാട്ടിൽ നിന്നോ മറ്റോ നിങ്ങൾ യു എയിലേക്ക് അപ്ലൈ ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ ഇക്കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ട്രാവൽ ഏജൻസികളുടെ ഉപദേശം കൂടി സ്വീകരിച്ച് മാത്രം വരിക. പിന്നെ ഇപ്പോൾ ഓൾറെഡി വിസിറ്റ് വിസ കയ്യിൽ കിട്ടിയിട്ടുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യു എയിലേക്ക് വരുന്നതിന് യാതൊരു തടസ്സമില്ല, വരുന്ന സമയത്തും പ്രോപ്പർ ഡോക്യുമെന്റ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഇത്രയൊക്കെ ക്ഷമയോട് കൂടിയിട്ട് ഈ വീഡിയോ കണ്ട സമയത്തും നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യത്തിന് ഞാൻ ഇപ്പോഴും ഉത്തരം തന്നിട്ടില്ല എന്നെനിക്കറിയാം. എപ്പോഴായിരിക്കും ഈ ഒരു വിസിറ്റ് വിസയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുക, അതിനെന്തെങ്കിലും ഒരു ടൈം ലൈൻ ഉണ്ടോ എന്നുള്ളത്. യു എ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കിടെ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. സാധാരണഗതിയിൽ ഒരു 4-5 അല്ലെങ്കിൽ ഒരു 8-10 ദിവസത്തിനുള്ളിൽ ഇതിനൊക്കെ പരിഹരിക്കപ്പെടാറുണ്ട് പൊതുവെ. ഇപ്പോഴത്തെ സാഹചര്യത്തിലും അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടും എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ അത് എത്ര ദിവസത്തിനുള്ളിൽ, അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു എ ഇമിഗ്രേഷനോ അല്ലെങ്കിൽ ഈ രംഗത്തുള്ളവരോ വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം ഒന്നുകൂടി മനസ്സിലോർക്കുക. ഇപ്പോൾ യു എയിലേക്ക് വിസിറ്റ് വിസയിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള, പരിചയമുള്ള ട്രാവൽ ഏജന്റിനോട് ചോദിച്ച് മാത്രം നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്യുക.